ഗർഭിണികൾ ഛർദ്ദിച്ചോട്ടെ, അല്ലെങ്കിൽ ഛർദ്ദിൽ കോമൺ ആണ് എന്ന് പറയുന്ന ഒരു രീതി നമുക്കിടയിൽ എല്ലാം ഉണ്ട്. ഈവൻ ഞങ്ങൾ ഡോക്ടർമാർ പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമിതമായ ഛർദ്ദി കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ, അല്ല തലച്ചോറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ നൂതനമായി വന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഗർഭമാകുന്ന സമയങ്ങളിൽ വരുന്ന അമിതമായ ഛർദ്ദി, കഴിവതും അമിതമായ ഛർദ്ദി വരാതിരിക്കാനുള്ള കുറച്ച് മുൻകരുതൽ ഗർഭിണികൾ എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെ തന്നെ ബ്രഷ് ചെയ്യുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് നടന്ന് ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഗ്യാസൊക്കെ ഒന്ന് അത് കഴിഞ്ഞിട്ട് മതി ഒന്ന് ബ്രഷ് ചെയ്യുന്നതും രാവിലത്തെ ചായ കുടിക്കുന്നതും ഒക്കെ. ഒത്തിരി എരിവും പുളിവും കലർന്ന ആഹാരം കഴിക്കുന്നത് കുറയ്ക്കണം. സമയത്ത് ആഹാരം കഴിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അതുപോലെ നമുക്ക് പറ്റുന്ന ആഹാര പദാർത്ഥങ്ങൾ മാത്രം കഴിക്കുക. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം എല്ലാവരും പറയുന്നത് കേട്ട് നമ്മൾ എല്ലാം കഴിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോഴും അമിതമായ ഛർദ്ദിയിലേക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ ലഘു വ്യായാമങ്ങൾ, ഡോക്ടർ വ്യായാമം ചെയ്യുന്നതിന് എതിരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ലഘു വ്യായാമങ്ങൾ നല്ലതാണ്. മറ്റൊരു കാര്യം, ഛർദ്ദി അമിതമാവുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അതിനൊരു പരിഹാര മാർഗം കാണണം. മരുന്നുകളോ അല്ലെങ്കിൽ അതുപോലുള്ള ഇഞ്ചക്ഷനോ ഡ്രിപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അത് എടുത്തിരിക്കണം. കാരണം ഭയങ്കരമായ ഛർദ്ദി അമിതമായി നീണ്ടുകൊണ്ടിരുന്നാൽ, ഒരു നിവൃത്തിയില്ലാതെ നീണ്ടുകൊണ്ടിരുന്നാൽ പലപ്പോഴും ഗർഭിണിക്ക് പലതരത്തിലുള്ള വൈറ്റമിൻസിൻ്റെയും മിനറലുകളുടെയും എല്ലാം ഡെഫിഷ്യൻസി അവരുടെ ശരീരത്ത് വരും. ഇവയിൽ പലതും കുഞ്ഞിൻ്റെ തലച്ചോറിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ബുദ്ധിയിലും അതിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങൾ, ലേണിങ്, അങ്ങനെ ചില ഒരുപാട് പ്രവർത്തനങ്ങൾ തലച്ചോറിനുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളെ അമിതമായ ഛർദ്ദിയും അമിതമായ പോഷകാഹാരങ്ങളുടെ കുറവും ഉണ്ടാക്കും എന്ന് ചില പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വീട്ടുകാരും ഗർഭിണിയും ഈ ഒരു വിഷയം കാര്യമായി ശ്രദ്ധിക്കും.